It's been 11 years and still we don't even have a single trophy. ഈ ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എപ്പോഴും തലകുനിച്ച് നിർത്താനായിട്ടുള്ള ഒരു കാര്യം. 11 വർഷം ഐ എസ് എല്ലിൽ തുടർച്ചയായിട്ട് ഐ എസ് എല്ലിൻ്റെ 2014 സ്റ്റാർട്ടിംഗ് സീസൺ തൊട്ട് ഇന്നിതാ ഐ എസ് എല്ലിൻ്റെ 11ാം സീസൺ വരെ ഒരേ ഫ്ലോയിൽ പോകുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആദ്യ സീസൺ തൊട്ട് തന്നെ കേരളത്തിലെ ഏറ്റവും അധികം ഫാൻസിനെ നേടിയെടുക്കുവാനായിട്ട് ഈ ഒരു ക്ലബിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ ഒരു 11 വർഷമായിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ട്രോഫി തങ്ങളുടെ ഷെൽഫിലേക്ക് കൊണ്ടുവരാണ്ട് സാധിച്ചിട്ടില്ല. ഇനി ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ആകപ്പാടെ ഉള്ളത് ഒരു ഫിയാഗോ കപ്പ്, അത് ഫാൻസ് മേടിച്ചു കൊടുത്തൊരു കപ്പാണ് അല്ലെങ്കിൽ ഒരു ട്രോഫിയാണ്. അതുമല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഒരേ ഒരെണ്ണം കേരള പ്രീമിയർ ലീഗാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബി ടീം കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയതാണ്. അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീം കഷ്ടപ്പെട്ട ഒരു ട്രോഫി പോലും ഇന്നേ വരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷെൽഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. വൈ? ഈ ഒരു ചോദ്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എപ്പോഴും കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 11 സീസണിൻ്റെയും അനലൈസിസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന് കുഴപ്പം പറ്റിയത്? ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനാണോ? അതോ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സിനാണോ? അതോ ബ്ലാസ്റ്റേഴ്സിൽ മാറി മാറി വന്ന കോച്ചിനാണോ? അത് ഒന്നും അറിയാതെ ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനാണോ കുഴപ്പം? സത്യത്തിൽ എന്താണ്, എവിടെയാണ് ഈ ഒരു കുഴപ്പം നേരിടുന്നത് ബ്ലാസ്റ്റേഴ്സ്? അത് തന്നെ നമ്മൾ അറിയേണ്ടത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ സീസൺ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ ഇംഗ്ലണ്ടിൻ്റെയും അതുപോലെ തന്നെ പ്രീമിയർ ലീഗിലും വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്ന ഡേവിഡ് ജെയിംസ് എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറായിരുന്നു. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ പ്ലെയറായിട്ടും ആസ് എ ഗോൾ കീപ്പറായിട്ടും ആൻഡ് ആസ് എ കോച്ചായിട്ടുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2014 വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ആ ഒരു സീസണിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഫൈനൽ വരെ എത്തിച്ചു. സത്യത്തിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം കേരളത്തിൽ നിന്നൊരു ടീം ഐ എസ് എല്ലിൻ്റെ ആദ്യ സീസണിൽ തന്നെ ഫൈനലെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. തൊട്ടടുത്ത സീസണിനെ കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല. കാരണം എന്തൊക്കെയോ സംഭവിച്ചു. ബ്ലാസ്റ്റേഴ്സ് ആ സീസണിൽ ഏറ്റവും അവസാനത്തുമായി പോയി. അതിനുശേഷം വന്ന 3ാം സീസണിൽ ഐ എസ് എല്ലിലെ 2016 3ാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെയും കൊണ്ട് കോപ്പലാശാൻ ഫൈനൽ വരെ വീണ്ടും എത്തിക്കുകയാണ്. അവിടെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ദേവ്ജിത്ത് മജുംദാറിൻ്റെ കാലിൽ കൊണ്ട് ആ പെനാൽറ്റി പോകുമ്പോഴത്തേക്കും ആ ഒരു കപ്പും ഏകദേശം പോയി എന്ന കാര്യം ഉറപ്പായി. 4ാം സീസണിലും 5ാം സീസണിലും 6ാം സീസണിലും 7ാം സീസണിലും ഈ 4 സീസണിലും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കണ്ടിട്ടില്ല. ആ പാടുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ 4ാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് 6ാം സ്ഥാനത്തെത്തി സൂപ്പർ കപ്പിന് യോഗ്യത നേടിയത് മാത്രമായിരുന്നു ഈ ഒരു 4 സീസണിലെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏക സമ്പാദ്യം എന്ന് പറയുന്നത്. സൂപ്പർ കപ്പിന് യോഗ്യത നേടിയെങ്കിൽ പോലും നെറോക്ക എഫ് സിയുമായി 2 ഗോളിന് ലീഡിൽ നിന്നിട്ട് പോലും ആ ഒരു മത്സരത്തിൽ 3 ഗോളിന് വഴങ്ങി ആ ഒരു മത്സരത്തിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് തോറ്റ് ആ ഒരു സൂപ്പർ കപ്പിൽ നിന്നും പുറത്താവുകയാണ്. സോ എന്തൊക്കെ പറഞ്ഞാലും 4ാം സീസണിലും 5ാം സീസണിലും 6ാം സീസണിലും 7ാം സീസണിലും ബ്ലാസ്റ്റേഴ്സിനെ വലുതായിട്ടൊന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. 4ാം സീസണിലും ബ്ലാസ്റ്റേഴ്സിനെ ഒരു പകുതി വെച്ച് പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്ന 1ാം സീസണിലും ബ്ലാസ്റ്റേഴ്സിനെ ഫൈനൽ എത്തിച്ച ഡേവിഡ് ജെയിംസ് ആയിരുന്നു. തൊട്ടടുത്ത സീസൺ 5ാം സീസണിൽ ഫുള്ളും ഡേവിഡ് ജെയിംസ് പരിശീലിപ്പിച്ചെങ്കിൽ പോലും അവസാന ഒരു സമയം എത്തിയപ്പോൾ തന്നെ പരിശീലകരെ മാറ്റേണ്ടിയായിട്ട് ബ്ലാസ്റ്റേഴ്സിന് വന്നിട്ടുണ്ടായിരുന്നു. 6ാം സീസണിൽ 5ാം സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പ്ലേ ഓഫ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്ന എൽക്കോ ഷട്ടോരിയെ കേരള ബ്ലാസ്റ്റേഴ്സ് 6ാം സീസണിൽ തങ്ങളുടെ പരിശീലകനായ ടീമിൽ എത്തിച്ചെങ്കിൽ പോലും പരിക്കുകൾ കൊണ്ട് ആ ഒരു സീസൺ മൊത്തം വലയുകയായിരുന്നു. ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ എന്ന് പറഞ്ഞാൽ ആ ഒരു ടീമിനെയും കൊണ്ട് വേണമെങ്കിൽ ഇവർക്കോ ഷട്ടോരിക്ക് പ്ലേ ഓഫ് കളിക്കാമായിരുന്നു. കാരണം അത്രയും നല്ലൊരു സ്ട്രോങ് ടീം തന്നെയായിരുന്നു. പക്ഷേ അത്രയും നല്ലൊരു സ്കോറിങ് കപ്പാസിറ്റി ഉണ്ടായിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു സീസണിന് പരിക്കുകൾ കാരണം മരിയോ ആർക്കസിനും സിഡോഞ്ചയ്ക്കും ഒക്കെ തന്നെ പരിക്കുകൾ സംഭവിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു സീസൺ പോയിട്ടുണ്ടായിരുന്നത്. 7ാം സീസണിൽ എന്താ പറയുക, നമ്മുടെ മോഹൻ ബഗാനെ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കിയിട്ടുണ്ടായിരുന്ന കിബു വിക്വന എന്ന് പറഞ്ഞ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുകയും വലിയൊരു പ്രതീക്ഷകൾ വെച്ച് തന്നെയായിരുന്നു പല ഗ്യാരി ഹൂപ്പറിനെ പോലുള്ള പ്ലേയേഴ്സിനെയൊക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുകയുണ്ടായിരുന്നത്. എന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു സീസണിൽ ഏറ്റവും ടോപ്പിൽ തന്നെയാണ് നിന്നത്. പക്ഷേ അതായത് സീസൺ പുറത്തായവരുടെ ലിസ്റ്റിൽ ടോപ്പ് 3 തന്നെ ബ്ലാസ്റ്റേഴ്സും ഉണ്ടായിരുന്നു എന്നതാണ് ഇച്ചിരി നിരാശ നൽകുന്ന മറ്റൊരു കാര്യം. പിന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകാനായിട്ട് പോകുന്നത്. 8, 9, 10 സീസൺ. ഈ ഒരു 3 സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് നിറഞ്ഞ 3 സീസണായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുന്നത്. 8ാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ട് സെർബിയയിൽ നിന്നൊരു പരിശീലകനെ വലിയ പ്രൊഫൈൽ
ഹിസ്റ്ററിയിലോ ഒന്നുമില്ലാത്തൊരു പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുകയാണ്. ഈ ഒരു പരിശീലകൻ്റെ കീഴിലേറി ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വരെ വീണ്ടും എത്തുകയാണ്. ബട്ട് ലാസ്റ്റ് മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു സ്വപ്നം നഷ്ടപ്പെടുകയാണ്, അതും പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ. പിന്നെ ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്ന ആ ഒരു പരിശീലകൻ്റെ കീഴിൽ 9ാം സീസണും ബ്ലാസ്റ്റേഴ്സ് കളിക്കുകയാണ്. പക്ഷേ റഫറിയുടെ മിസ്റ്റേക്ക് കൊണ്ടോ അത് എന്ത് ഒരു അവസ്ഥയിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ, അതായത് ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കയറിയത് 5ാം സ്ഥാനത്തായിരുന്നു. ആ ഒരു 5ാം സ്ഥാനത്ത് നിന്ന് ബ്ലാസ്റ്റേഴ്സിന് നോക്കൗട്ട് മത്സരം കളിച്ചാണ് ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ്, അത് ടോപ്പ് 4ലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു. സോ ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC നടന്ന ഒരു മത്സരത്തിൽ റഫറിയുടെ മിസ്റ്റേക്ക് കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു മത്സരം നഷ്ടപ്പെടുകയാണ്. സോ ആ ഒരു ഇതിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനമായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ച് മത്സരം വേണ്ട എന്ന് വെച്ച് ടീമിനെ വിളിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് വിലക്കും 4 മത്സരങ്ങളോളം വിലക്കും ഒരു പിഴയും നൽകിയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വരികയാണ് 10ാം സീസണിൽ. ഇത്തവണയും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനം ഒരു മാറ്റവുമില്ല, അത് ഇവാൻ വുക്കോമനോവിച്ച് തന്നെയാണ്. ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ കീഴിലേറി വീണ്ടും ബ്ലാസ്റ്റേഴ്സ് 5ാം സ്ഥാനത്ത് എത്തിയെങ്കിൽ പോലും ആ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും അധികം വലച്ചത് ആ ഒരു പരിക്ക് തന്നെയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണയ്ക്ക് പരിക്ക് പറ്റി. സൂപ്പർ കപ്പ് ശേഷം വന്ന പെപ്രയ്ക്ക് പരിക്ക് പറ്റി സീസൺ ഔട്ടാവുന്നു. അത് അങ്ങനെ ഒരുപാട് പരിക്കുകൾ സീസൺ എൻഡ് ആയപ്പോഴത്തേക്ക് ഡിമിട്രിയോസ് ഡയമൻഡോക്കോസിന് പരിക്ക് പറ്റുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യൻ താരങ്ങൾക്ക് പരിക്ക് പറ്റുന്നു. ഒരു പരിക്കുകളുടെ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 10ാം സീസണാണ്. ആ സീസണിൽ ടോപ്പിൽ നിന്ന്, അതായത് 1ാം സ്ഥാനത്ത് ഫ്രം കോമ്പറ്റീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് പൊസിഷൻ, ആ ഒരു പൊസിഷനിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് താഴോട്ടിറങ്ങിയാണ്. എങ്ങനെയൊക്കെയോ പ്ലേ ഓഫിൽ കയറിയെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ആദ്യത്തെ ഒരു 10 മത്സരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു ഏറ്റവും കൂടുതൽ വിഷയം. ടോപ്പ് 1 നിന്ന ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. എന്നിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു പ്ലേ ഓഫിൽ കയറുവാനായിട്ട് സാധിച്ചെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷ FCയെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫെഡർ സെർണിച്ച്, അതായത് ലൂണയ്ക്ക് പകരം ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഫെഡർ സെർണിച്ച് ഗോൾ അടിക്കുകയും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒഡീഷ FCക്ക് വേണ്ടി എതിരാളികൾ പ്ലേയേഴ്സ് ഗോൾ അടിക്കുകയും ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സീസണിൽ നിന്നും പുറത്താവുകയാണ്. ഈ ഒരു 3 സീസൺ എടുത്ത് നോക്കിയാൽ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ തുടർച്ചയായ 3 സീസണും പ്ലേ ഓഫിൽ കയറിയ സീസണായിരുന്നു. അതുമാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ എന്ന പരിശീലനയുടെ കീഴിൽ സർവ്വകാല റെക്കോർഡുകളും ബ്ലാസ്റ്റേഴ്സ് മാറ്റുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കീഴിൽ ഏറ്റവും അധികം വിജയം നേടിയ പരിശീലകൻ ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും അധികം ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് ബ്ലാസ്റ്റേഴ്സ് ടോപ്പ് പൊസിഷനിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് കയറുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പരിശീലനയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു പരിശീലനയുടെ കീഴിൽ പോലും ട്രോഫി എന്ന് പറയുന്ന ആ ഒരു സാധനം എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 11ാം സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ബ്ലാസ്റ്റേഴ്സിനെ ഈ ഒരു കഴിഞ്ഞ സീസണിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് മിഗാൽ സ്റ്റെഗ്ര എന്ന് പറയുന്ന ഒരു പരിശീലകനെ ടീമിലേക്ക് എത്തിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയൊരു പ്രൊഫൈൽ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ആകപ്പാടെ 1-2 ട്രോഫികൾ മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ. എങ്കിൽ പോലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിയതിന് ശേഷം ആദ്യത്തെ, അത് ഇൻ ദ ഷോർട്ട് റൺ, അതായത് നമ്മൾ ഷോർട്ട് റണ്ണിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് കാലത്തിനുള്ളിൽ അദ്ദേഹം വലിയൊരു ഇമ്പാക്റ്റാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാണിച്ചത്. പക്ഷേ ഇൻ ദ ലോങ് റൺ അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും തന്നെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരുപാടധികം മത്സരങ്ങൾ തോറ്റിട്ടുണ്ടായിരുന്നു. ഒരുപാടധികം മത്സരങ്ങൾ തോറ്റതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പുറത്താക്കിയാണ്. അതിനുശേഷം TJ പുരുഷോത്തമനെയും അതോടൊപ്പം തന്നെ തോമസ് ഷോസിനുമായിരുന്നു പരിശീലക സ്ഥാനം നൽകിയിട്ടുണ്ടായിരുന്നത്. ഒരു പുതിയ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എടുക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അതിനുവേണ്ടി ശ്രമിച്ചില്ല. ബാക്കിയുള്ള മത്സരങ്ങൾ ഇവരെ വെച്ച് തന്നെ മുൻപോട്ട് പോകാമെന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഡിസിഷൻ. സോ എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന് പിഴ പറ്റിയത്? ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനാണോ, അതോ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുമാർക്കാണോ, അതോ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സിനാണോ? ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സ് 100% കമ്മിറ്റ്മെൻറ്റോടെ കളിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുമാർ ഇങ്ങനെ മാറ്റി ടീമിലേക്ക് ഓരോരോ പരിശീലകനെയും ഇങ്ങനെ നിരന്തരം ടീമിലേക്ക് കൊണ്ടുവരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ശരിക്കും ഒരു പിഴ, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയൊരു കുഴപ്പം പറ്റിയത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ട് ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിലവിൽ ഇത്രയും 11 സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് തോറ്റ മത്സരങ്ങളേക്കാൾ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പം പരിശീലകന്മാർ പരിശീലിപ്പിച്ചിട്ടുണ്ട്.
അതാണ് നാം ഏറ്റവും അധികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചതിൽ ഇവൻ ഉക്കമനോജ് മാത്രമാണ് ടീമിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന പരിശീലകൻ മാത്രം. അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അത്രയും വലിയൊരു ഒരു പ്രവോക്കിങ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അത്രയും വലിയൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ ഒരു 3 സീസൺ ബ്ലാസ്റ്റേഴ്സിൽ തുടർന്നിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു തെറ്റ് പറ്റിപ്പോയത് അല്ലെങ്കിൽ മോശം ഡിസിഷൻ എടുക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് അത് മാനേജ്മെൻറ്റിൻ്റെ ചില ഡിസിഷൻസ് ആണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി കോച്ചുമാർ വന്നാലും കോച്ചുമാർ അവർ നന്നായിട്ട് പരിശീലിപ്പിച്ചില്ലെങ്കിൽ എവിടെയാണ് പ്രശ്നം, അവിടെ തന്നെയല്ലേ പ്രശ്നം. അതുമാത്രമല്ല പ്ലേയേഴ്സിന് ഇങ്ങനെ നിരന്തരം പരിക്ക് പറ്റുന്നതും ഒരു നല്ലൊരു ഫെസിലിറ്റി ഇല്ലാത്തതിനാൽ, നല്ലൊരു ട്രെയിനിങ് സെഷൻ ഇല്ലാത്തതിനാലൊക്കെ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിനൊരു കപ്പ് കിട്ടുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ഈ വരാൻ പോകുന്ന സൂപ്പർ കപ്പ് നമ്മൾ ഇരുന്ന് കാണേണ്ടതാണ്. ഈ ഒരു സീസണിൽ കപ്പടിക്കാനായിട്ടുള്ള ഏക മാർഗ്ഗം ഇനി സൂപ്പർ കപ്പ് മാത്രമാണ്. സൂപ്പർ കപ്പോടുകൂടി ഈ ഒരു സീസൺ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത സീസണിലെ ഡൂറൻ കപ്പ്, അതിനുശേഷം വരുന്ന ISL, അതിനുശേഷം വരുന്ന സൂപ്പർ കപ്പ്. ഈ 3 സീസണാണ് ഇനി ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഉണ്ടാവുക. അടുത്ത സീസണിൽ ഇനിയും ചാൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു കപ്പെങ്കിലും നേടി എന്ന് പറയാനായിട്ടുള്ള ഒരു അവസരം ഈ ഒരു സൂപ്പർ കപ്പിലൂടെയാണ് വരുന്നത്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു സൂപ്പർ കപ്പ് ബ്ലാസ്റ്റേഴ്സ് അടിക്കുമോ ഇല്ലയോ എന്നുള്ള എല്ലാം. സോ ഇന്നത്തെ ഒരു വീഡിയോ അവസാനിക്കുന്നു.